ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഉണക്കമീൻ മാങ്ങ ഇട്ട കറിയാണ്. ആദ്യം മാങ്ങയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വെക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇടണം. മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പിട്ടാൽ മതി. കാരണം മീനിലും ഉപ്പുണ്ടാവില്ല, അതനുസരിച്ച് ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. തേങ്ങയുടെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് അരച്ച് കഴിഞ്ഞിട്ട് ആ മാങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതതിലേക്ക് ചേർക്കാം. മാങ്ങ ഇവിടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ്, നല്ല പുളിയുള്ള മാങ്ങ. അപ്പോൾ ആ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അരപ്പ് നമുക്കതിലേക്ക് ചേർക്കാവേ. അരപ്പിൽ വേറെ നമ്മൾ ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയും തേങ്ങയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് താളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. താളിക്കാനായിട്ട് കൊല്ലമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആ കളറും എരിവിന് വേണ്ടി, അതായത് നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടി എരിവിന് വേണ്ടി കൂടിയാണ് ആ മുളക് പൊടി ഇടുന്നത്. പിന്നെ ഇതിൽ വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാതെ, മല്ലിപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇവിടെ ഞാൻ ഈ കറിയിൽ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരു ഇത്തിരി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മുടെ ഈ കറിയിൽ എന്താ പറയുക, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ കറിയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉണക്കമീൻ ഇങ്ങനെ മാങ്ങിയിട്ട് വയ്ക്കുന്നത്. ഇവിടെ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് അത്. പിന്നെ നമ്മൾ മിക്സിയിൽ ജാറിൽ അടിച്ചതിൻ്റെ ആ വെള്ളം കൂടി കുറച്ചെണ്ണത്തേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വയ്ക്കാവേ. ഒന്ന് ആ ഒരു കൊമളാക്ക് വന്ന് തുടങ്ങണ ഇത് മതി, ഫുള്ളായിട്ട് തിളപ്പിക്കണ്ട. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ, എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് തളിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കായ ഒലുത്തുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അത് ഞാൻ പിന്നൊരിക്കൽ കാണിക്കാം, അത് കായ ഒലുത്തുന്നതിൻ്റെ വീഡിയോ. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് വേണം ഉള്ളി ഇടാനായിട്ട്. ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഉണക്കമീൻ വറക്കുകയും ചെയ്തേ, അത് കാണിച്ചിട്ടില്ല. അത് പിന്നെ ഇതേമാതിരി കാണിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉള്ളി ഇടാം. കടുക് പൊട്ടി പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് ഇപ്പോൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഞാൻ കറി വയ്ക്കുന്നത് അമ്മയായിട്ട് വയ്ക്കുന്നത്. അമ്മ ഇതിൻ്റെ തുള്ളി ഇട്ട് ഉള്ളി ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് അത് ഇതായി കഴിഞ്ഞിട്ട് കടുക്